ഈ മലയാളീസ് കിച്ചൺ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. പോയ 5-6 മാസമായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യമായിട്ട് ഞാൻ ബിസി ആയിപ്പോയി. ഏതായാലും ഇനി മുതൽക്ക് ഞാൻ വീഡിയോ ഇടും ഇടയ്ക്കിടയ്ക്ക്. സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ എൻ്റെ നന്ദി. എന്തായാലും ബാക്കി ആരെങ്കിലും പുതിയതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഓൾ ബട്ടണും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ എന്തായാലും നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻസ് ഇടണം മറക്കരുത്. പിന്നെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മത്തങ്ങ വെച്ചിട്ട് ഒന്നുകിൽ എരിശ്ശേരി, ഓലൻ അല്ലെങ്കിൽ പച്ചടി അങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കാറുള്ളൂ നമ്മൾ മലയാളീസ്. അതിന് പകരം ഞാനൊരു ചെറിയൊരു മാറ്റം വരുത്തിയിരിക്കുന്നുണ്ട്. ഈ മത്തങ്ങ ഉണ്ട്, ഇതേ മത്തങ്ങ ഉണ്ട്. ഞാൻ വേറൊരു ചപ്പാത്തിക്കായിട്ടൊരു കറി ഉണ്ടാക്കുകയാണ്. എന്തായാലും ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. എന്തായാലും നന്നായി കുറച്ചൊരു മധുരമുള്ള ഇതായിരിക്കും. അപ്പോൾ രണ്ടും കൂടി മധുരവും എരിവും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റുള്ള ഒരു സ്വാദുള്ള ഒരു ചപ്പാത്തിക്ക് ഒരു കറി ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാണ്. അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ്. ഞാനൊരു വലിയ ബൗള് മത്തങ്ങ ചെറുതായി മുറിച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി, രണ്ട് തക്കാളി, മീഡിയം സൈസ് തക്കാളി ചെറുതായി മുറിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എടുക്കുന്നത് എന്തായാലും എണ്ണ, ഞാൻ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഉണ്ട്. അതിൻ്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരിവ് കൂട്ടാനും കുറയ്ക്കാനും നിങ്ങൾക്ക് പറ്റും. എങ്ങനെ നിങ്ങളുടെ എരിവ് എങ്ങനെയാണ് വേണ്ടിച്ചാൽ അത് പ്രകാരം ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ കുറച്ച് ഗരം മസാല മേലെ നിന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം ഞാൻ തുടങ്ങുകയാണ് എങ്ങനെ ഉണ്ടാക്കണം കാണിച്ചത്. ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി ഗ്യാസ് ഓണാക്കി ഇച്ചിരി ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഞാൻ വല്ലാതെ ഒഴിക്കേണ്ട, 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാലും മതി. അത് ചൂടായി വരുമ്പോഴേക്കും ഞാൻ കുറച്ച് ഉള്ളി ഉള്ളതെടുത്ത് അതിലേക്ക് ഇടുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇടുന്നു. ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതേ സമയത്ത് തന്നെ ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് സ്വാദിന് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ പച്ചയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. പക്ഷേ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വരും. നല്ലോണം വഴറ്റിയെടുക്കണം. നമ്മൾ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. ഞാൻ അതിലേക്ക് ഇത്തിരി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വല്ലാതെ ബ്രൗൺ ആക്കണ്ട, പക്ഷെ അത് ഉള്ളി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. നന്നായിട്ട് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ആ സമയത്ത് ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. ഇവിടെ എല്ലാവർക്കും എരിവ് കുറവേ വേണ്ടു, അതായത് ഞാൻ കുറവ് ഇട്ടിട്ടുള്ളൂ. ഈ സമയത്ത് ഗ്യാസ് ഒന്ന് ചെറുതാക്കണം, അല്ലെങ്കിൽ മുളക് പൊടി വല്ലാതെ അങ്ങോട്ട് കരിഞ്ഞു പോകും. അതിൻ്റെയും പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 മുറിച്ച് വെച്ച തക്കാളി ഇടുക. അത് നന്നായിട്ട് വഴറ്റിയെടുക്കാതെ തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ അതിന് സ്വാദ് കൂടും. ഈ സമയത്ത് ഉപ്പൊന്നും ഇട്ടിട്ടില്ല ഞാൻ. തക്കാളി നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ കഷ്ണങ്ങൾ ഇടുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം.
നന്നായി ഇളക്കി ആവശ്യത്തിന് നമ്മൾ ഉപ്പ് എത്ര വേണ്ടിച്ച് അതിലേക്കിട്ടിട്ട് ഇളക്കി ഗ്യാസ് ഏറ്റവും ചെറുതാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്, കാരണം അത് വെന്ത് കിട്ടണം. അതിന് മേലെ നമ്മൾ അടപ്പ് വെച്ച് നമ്മൾ അതിനെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. നമ്മളൊരു അത് വെച്ചിട്ട് അടച്ച് വെച്ച് നമ്മൾ വേവിക്കുകയാണ്. ഞാൻ ഗ്യാസ് ഏറ്റവും സിമ്മിൽ വെച്ച് ചെറുതായി വെച്ചിരിക്കുകയാണ്. ചെറു ചൂടിൽ അതിൽ വെന്ത് കിട്ടണം. ഇതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിച്ചിന് വല്ലാതെ അത് വെള്ളം മാതിരിയായിപ്പോവും. അതിന് വേണ്ടിയിട്ട് ചെറുതായി വെച്ചിന് ഒരു 5-10 മിനിറ്റ് അത് അടച്ച് വെച്ചിട്ട് ഇതാക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി എടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. എന്തായാലും ഉപ്പ് എല്ലാം ഇട്ടുണ്ട്, ആവശ്യത്തിനല്ല എല്ലാ സാധനങ്ങളും ഇട്ടുണ്ട്. അടച്ച് വേവിക്കുകയാണ് ഞാൻ. ഒരു 5-10 മിനിറ്റ് ജാസ്തി അത്രയും വേണ്ടു. അത് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കിയിട്ട് എങ്ങനെ എത്ര വെന്തുണ്ടെന്ന് നോക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കി കഴിയുമ്പോൾ നമ്മളതിൽ നന്നായിട്ട് മത്തങ്ങയും എല്ലാ മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഞാൻ ഇനി സർവിങ് ബൗളിലേക്ക് എടുക്കുകയാണ്. ഞാൻ സർവിങ് ബൗളിലേക്ക് എടുക്കുകയാണ്. എടുത്തു കഴിഞ്ഞ് കുറച്ച് ആവശ്യത ഓപ്ഷനിലാണ്, കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞ് അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കറി, ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു കറി നമുക്ക് കഴിക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നന്നായിട്ട് ആവശ്യത്തിനുള്ള വേവേ ഉള്ളൂ, വല്ലാതെ വെന്തിട്ടൊന്നുമില്ല. അതെ, ഇത്രയും വേകാൻ പാടുള്ളൂ, വല്ലാതെ വെന്ത് ഉടയരുത്. ഉടഞ്ഞു കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് വരില്ല. ഇതെല്ലാവരും ട്രൈ ചെയ്യൂ. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.